അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഹായ് എവരിവൺ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ക്ലാസ് 8ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് മസ്റ്റ് എന്നുള്ളൊരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നിർദ്ദേശം കൊടുക്കുമ്പോഴൊക്കെ പറയാനുള്ള നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യണം എന്നതുപോലെയുള്ള വാക്കുകൾ നമ്മൾ ഷുഡ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മസ്റ്റ് എന്നുള്ള ഒരു ഓക്സിലറി വെർബിൻ്റെ ഉപയോഗമാണ്. ഇത് നിർബന്ധമായും ചെയ്യണം എന്നൊരർത്ഥമാണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്. നിർബന്ധമായും ചെയ്യണം എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് നമ്മളിതിനെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കുക, നടുവിൽ മസ്റ്റ് കൊടുക്കുക, മൂന്നാമത് വെർബ് കൊടുക്കുക, നാലാമത് നമുക്ക് ആവശ്യാനുസരണം ആവശ്യമുള്ള വേർഡുകൾ കൊടുക്കുകയും ചെയ്യാം. ഉദാഹരണം, ദേ മസ്റ്റ് ഗോ, അവർ നിർബന്ധമായും പോകണം. ദേ മസ്റ്റ് കം, അവർ നിർബന്ധമായും വരണം. ഇങ്ങനെ നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു ആശയത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ മസ്റ്റ് എന്നുള്ള ഈ ഒരു ഓക്സിലറി ഉപയോഗിച്ച് പ്രയോഗിക്കേണ്ടത്. നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. ഷീ മസ്റ്റ് ഹെൽപ്പ്, അവൾ നിർബന്ധമായും സഹായിക്കണം. തീർച്ചയായും, നിർബന്ധമായും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുക. തീർച്ചയായും അവൾ സഹായിക്കണം. ഹീ മസ്റ്റ് ഹെൽപ്പ്, അവൻ തീർച്ചയായും സഹായിക്കണം. സ്റ്റുഡൻസ് മസ്റ്റ് ഡു ദെയർ ഹോംവർക്ക്, വിദ്യാർത്ഥികൾ നിർബന്ധമായും അവരുടെ ഹോംവർക്ക് ചെയ്യണം. ഇവിടെ ചെയ്യുക എന്നതിൻ്റെ ഒരു വെർബ്, ഡു എന്നുള്ള ഒരു വെർബ്, നമ്മൾ വരിക എന്നതിന് കം എന്ന് പറഞ്ഞ പോലെ, പോവുക എന്നതിന് ഗോ എന്ന് പറഞ്ഞതുപോലെ, അതിന് ഒരു അടിസ്ഥാന വെർബാണ്, ബേസിക് ഫോം ഓഫ് വെർബാണ് ഡു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യുക എന്നായിരിക്കും. അപ്പോൾ ഡു എന്നുള്ളൊരു വെർബ് നമ്മളിന്ന് എഴുതിയിട്ടുണ്ട്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. ബി എന്ന് പറഞ്ഞ മറ്റൊരു വെർബ് കൂടെ എന്ന് പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആവുക എന്നാണ്. ഇത് നമുക്ക് എല്ലാ പാഠത്തിലേക്കും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. എല്ലാ പാഠത്തിലേക്കും. ഉദാഹരണത്തിന്, യു ക്യാൻ ഡു, നിനക്ക് ചെയ്യാൻ കഴിയും. യു ഷുഡ് ഡു, നീ ചെയ്യണം. അതേ സമയത്ത് യു മസ്റ്റ് ഡു എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായും ചെയ്യണം. ഇപ്പോൾ എല്ലാ പാഠത്തിലേക്കും ഇതിനെ ഉപയോഗിക്കണം എന്നർത്ഥം. ഇത് വളരെ ആവശ്യമായി വരുന്ന, എപ്പോഴും നമുക്ക് വേണ്ടി വരുന്ന ഒരു വെർബ് കൂടിയാണ്. അപ്പോൾ സ്റ്റുഡൻസ് മസ്റ്റ് ഡു ദെയർ ഹോംവർക്ക്, വിദ്യാർത്ഥികൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം സ്റ്റുഡൻസ് സബ്ജക്റ്റ് ആരാണോ ചെയ്യേണ്ടത് എങ്കിൽ അവരാദ്യം വെച്ചു. മസ്റ്റ് എന്നുള്ള ആ ഒരു ഓക്സിലറി നടുവിൽ വെച്ചു. ഡു എന്നുള്ള ഒരു വെർബ് നാം മൂന്നാമത് വെച്ചു. നാലാമത് നമുക്ക് ആവശ്യമുണ്ടായത് അവരുടെ ഹോംവർക്ക് എന്നുള്ളതാണ്. നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആശയം, അതിന് അവരുടെ എന്നതിൻ്റെ വേർഡ് ദെയർ, ഹോംവർക്ക് എന്നുള്ള അവരുടെ ഗൃഹപാഠം എന്നുള്ള അർത്ഥത്തിനുള്ള ഹോംവർക്ക് എന്നതിനുള്ള ആ ഒരു സെൻറ്റൻസ്, ആ ഒരു വാക്ക് അവിടെ പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നാലാമത് നമ്മൾ ദെയർ ഹോംവർക്ക് എന്നുള്ള ഒരു അർത്ഥത്തിനുള്ള സെൻറ്റൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റുഡൻസ് മസ്റ്റ് ഡു ദെയർ ഹോംവർക്ക്, വിദ്യാർത്ഥികൾ അവരുടെ ഹോംവർക്ക് ചെയ്യണം, നിർബന്ധമായും ചെയ്യണം എന്നുള്ളൊരർത്ഥമാണ്. നീ നിർബന്ധമായും ഒരു നല്ല വിദ്യാർത്ഥിയാവണം. ഇപ്പം എങ്ങനെ പറയും? നീ നിർബന്ധമായും നല്ലൊരു വിദ്യാർത്ഥി ആവണം എന്നത് നമ്മൾ പറയേണ്ടത് മസ്റ്റ് ബി എന്നുള്ള ബി എന്ന വെർബ് ഉപയോഗിച്ചിട്ടാണ്. ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നാണ്. യു മസ്റ്റ് ബി, നീ നിർബന്ധമായും ആവണം. എ ഗുഡ് സ്റ്റുഡൻറ്റ്, നല്ല വിദ്യാർത്ഥി ആവണം. അപ്പോൾ അവൻ നിർബന്ധമായും നല്ല ഭർത്താവ് ആവണം എന്ന് എങ്ങനെ പറയും? ഹി മസ്റ്റ് ബി എ ഗുഡ് ഹസ്ബൻഡ്, അവൻ നിർബന്ധമായും ഒരു നല്ല ഭർത്താവ് ആവണം. അവർ നിർബന്ധമായും നല്ല ടീച്ചേഴ്സ് ആവണം എന്ന് എങ്ങനെ പറയപ്പോൾ? ദേ മസ്റ്റ് ബി ഗുഡ് ടീച്ചേഴ്സ്. അവർ നിർബന്ധമായും ആവണം ഗുഡ് ടീച്ചേഴ്സ്, നല്ല അധ്യാപകർ ആവണം, പഠിപ്പിക്കുന്ന നല്ല ആളുകൾ ആവണം എന്നുള്ളൊരർത്ഥം നമുക്കവിടെ കിട്ടും. ഷീ മസ്റ്റ് ബി എ ഗുഡ് വൈഫ്, അവൾ നിർബന്ധമായും നല്ലൊരു ഭാര്യ ആവണം. അവൻ നിർബന്ധമായും ഒരു നല്ല ഡാൻസർ ആവണം. ഹി മസ്റ്റ് ബി എ ഗുഡ് ഡാൻസർ, അവൾ നിർബന്ധമായും ഒരു ഗായികയാവണം. ഷീ മസ്റ്റ് ബി എ ഗുഡ് സിംഗർ എന്നിങ്ങനെ നമുക്ക് വേണ്ട വാക്കുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ബി എന്നുള്ളതിന് ആവുക എന്നുള്ള അർത്ഥത്തിനുള്ളൊരു വെർബാണ്. അവിടെ മസ്റ്റ് ബി എന്നാവുമ്പോൾ നിർബന്ധമായും ആവണം എന്നുള്ള അർത്ഥം കിട്ടും. ഇത് നമുക്ക് മറ്റുള്ള പാഠങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഐ വിൽ ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആവും. വിൽ എന്ന് പറഞ്ഞാൽ എന്നാണല്ലോ. അപ്പോൾ വിൽ ബി എന്ന് പറഞ്ഞാൽ ആവും. ഐ വിൽ ബി, ഞാനാവും. ഐ വിൽ ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആവും. ഐ വിൽ ബി എ ഗുഡ് ടീച്ചർ, ഞാനൊരു നല്ല ടീച്ചർ ആവും. അപ്പോൾ ആവും എന്ന ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വിൽ ബി ചേർക്കാം.
അതുപോലെ തന്നെ ആവാൻ കഴിയും എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് യു ക്യാൻ ബി എന്നുള്ള രീതിയിൽ അങ്ങനെ ചേർക്കാം, ക്യാൻ ബി എന്ന് കൊടുക്കാം. ആവണം എന്നർത്ഥം നോർമലായി ആവശ്യമായി വരുമ്പോൾ ഷുഡ് ബി എന്ന് കൊടുക്കാം. നിർബന്ധമായും ആവണം എന്നതിന് മസ്റ്റ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പാഠം മസ്റ്റ് എന്നുള്ളത് നിർബന്ധത്തെ കുറിക്കുന്ന, നിർബന്ധമായും ചെയ്യണം എന്നൊക്കെ ഉപദേശവും കടമയോ ഒക്കെ അറിയിക്കാൻ വേണ്ടി പറയാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ്. അതുകൊണ്ട് ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, നോട്ട് എഴുതി കൃത്യമായി പഠിക്കുകയും ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഇന്ന് നാം പഠിക്കാനുള്ളത്. അത് നാം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യുക.